ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ തേങ്ങാക്കൊത്തും കുഴക്കട്ടയും കടലയും ഒക്കെ കൂടി എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ ഇത്. അങ്ങനത്തെ ഒരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു കടലപ്പിടിയാണ്, മസാല കൊണ്ടുള്ള ഒരു പിടിയാണ്. മിക്കവാറും നിങ്ങൾക്കൊക്കെ ഇപ്പോൾ റേഷൻ കട കിറ്റുകളിൽ നിന്നൊക്കെ കടല കിട്ടുന്നുണ്ടാവില്ലേ. അപ്പം കടലക്കറിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണിത്. കടലപ്പിടി സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പം നമുക്ക് വേഗം റെസിപ്പി കാണാം. അതിനായിട്ട് ആദ്യം മസാലയാണ് ഉണ്ടാക്കേണ്ടത്. മസാലയ്ക്കായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു 2 ടീസ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകവും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ ഫ്ലേവർ ഒരുപാട് വേണ്ട, അതുകൊണ്ട് ചെറിയ പീസേ കൊടുത്തിട്ടുള്ളൂ. 2 ചുവന്ന മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കേട്ടോ. കുറച്ച് കരുവേപ്പിൻ്റെ ഇല, കുറച്ച് കളറും കൂടി ഇരുന്നോട്ടെ പറഞ്ഞിട്ട് ഞാൻ 2 കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുന്നതേ ഉള്ളൂ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഒരു 12 ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഒരു 2 ടീസ്പൂൺ കൊത്തമല്ലിയും കൂടി ഇട്ടിട്ടുണ്ട്, ഹോളായിട്ടുള്ള മല്ലി. ഇനി ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. അധികം വഴറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് സോട്ട് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഞാൻ ആ ബാക്കി സാധനങ്ങൾ സോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ തേങ്ങ ഇട്ടു. ഇനി ഇതിനെ നന്നായി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. നല്ലവണ്ണം ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്, ബ്രൗൺ ആവുന്നില്ല. പക്ഷെ കണ്ടോ, നന്നായിട്ട് ആ ഉള്ളിയും മസാലകളും ഒക്കെ കൂടി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് തണുക്കാൻ വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് കുഴക്കട്ട ഉണ്ടാക്കാം. പിന്നെ കുഴക്കട്ട ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരു 1.5 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പപ്പൊടിയാണ് നമ്മൾ ഈ കുഴക്കട്ടയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നന്നായി തിളയ്ക്കണം. ഇടിയപ്പപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ, നന്നായി തിളച്ച് വരുമ്പോൾ ഞാൻ ആദ്യം 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, ഇടിയപ്പപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. പോരായെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊടി ചേർക്കാം. ചിലതിന് 1 കപ്പിന് 1 കപ്പ് വെള്ളം വേണം, ചിലതിന് 1.5 കപ്പ് വെള്ളം വേണം. അതുകൊണ്ട് നമുക്ക് ഒഴിക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അതിലേക്ക് ഞാനൊരു കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കാം. ഒന്ന് തണുത്ത അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. ഉപ്പ് അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കുഴക്കട്ടയിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതെല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചൊരു 10 മിനിറ്റ് വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് സെറ്റ് ആവട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് മസാല അരച്ചെടുക്കാം. പിന്നെ അതൊന്ന് തണുത്തപ്പോൾ ഇനി മസാല അരച്ചെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അതിന് നമ്മുടെ മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇടുന്നുണ്ട്. എപ്പോഴും മസാലകൾ അരച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് കുറേ വെള്ളം ഒഴിക്കരുത്. ഒന്ന് നമുക്ക് പോസിലിട്ടിട്ട്, പ്രത്യേകിച്ച് ഉള്ളി ഉണ്ടെങ്കിൽ കേട്ടോ, ഒന്ന് പോസ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. അപ്പം ഇതാ നന്നായിട്ട് വെണ്ണ പോലെ അരയണമെന്നറിയില്ലേ, അത്തേ അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ അപ്പം നമ്മുടെ അതൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് തൂളിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയപ്പോഴാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുഞ്ഞിയ കുഴക്കട്ടകളൊക്കെ അതുപോലെ ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് വലിയ കുഴക്കട്ടകൾ ഇടരുത് കേട്ടോ, അപ്പം നമുക്ക് കഴിക്കാൻ പറ്റില്ല, പിന്നെ കുക്കാവാൻ ടൈം എടുക്കും, അങ്ങനെയുള്ള. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുഞ്ഞി കുഴക്കട്ടകൾ. ഇനി നമുക്ക് കടലപ്പിടി ഉണ്ടാക്കാം. മസാലപ്പിടി ഉണ്ടാക്കാനായിട്ട് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഗ്രാമ്പു, ഒരു 3 ചെറിയ പീസ് പട്ടട പീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൽ ഗരം മസാല ചേർക്കുന്നില്ല. പിന്നെ ഒരു ബേ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല. എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇതിൽ കുക്കായി വരുമ്പോഴുള്ള ഫ്ലേവർ തന്നെ നല്ലോണം ഉണ്ടായിട്ട് തോന്നി. പിന്നെ പെരിഞ്ജീരകവും ജീരകവും ഒക്കെ അതിലുണ്ടല്ലോ. അപ്പോൾ എനിക്ക് 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ മസാല പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചത്. ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
ഇതെന്താ ജാറോട് കൂടി ഒഴിക്കണം വിചാരിക്കേണ്ട, രാവിലെ കുക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിലൂടെ എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ. ഇത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇതിൽ വെള്ളം നല്ലോണം വേണേ, എന്നാലേ അത് നന്നാവുള്ളൂ. ഇത് കറി പോലെയല്ലല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവണം. ഇനി ഇതിൽ കിടന്നാണ് നമ്മുടെ കൊഴക്കട്ടയൊക്കെ വേവേണ്ടത്. അതുകൊണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. ഉപ്പ് പോരായോ എന്താണെന്നൊക്കെ നോക്കാം. പിന്നെ ഒരു കപ്പ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടലയുണ്ട്. കടല തലേ ദിവസം ഇട്ടിട്ട് രാവിലെ കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇതിനെ ഒന്ന് തിളയ്ക്കാൻ വെക്കണം. ഇത് തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൊഴക്കട്ട ഇടാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊന്ന് അടച്ച് വെക്കാം നമുക്ക്. ഇതാ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി തിളയ്ക്കുന്നുണ്ട്. എന്തൊരു ഫ്ലേവർ അറിയോ, ആ ജീരകവും ഗ്രാമ്പും എല്ലാം കൂടി ഒരു നല്ല ഫ്ലേവർ ആട്ടോ. പിന്നെ അതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയും. അപ്പോൾ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ആക്കി വെച്ചിട്ടുള്ള കൊഴക്കട്ട ഇടാം. കൊഴക്കട്ട വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ കിടന്നാണ് നമ്മുടെ കൊഴക്കട്ട വേവേണ്ടത്. ഇതിങ്ങനെ വെള്ളം എന്ന് വിചാരിക്കരുത് കേട്ടോ, ഇതിരുന്ന് കുറുകും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മടിക്കരുത്. ഞാൻ കപ്പ് പറയാതിരുന്ന ഓരോ മാവിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് എത്ര വെള്ളം നമുക്ക് പറയാൻ പറ്റാത്തത്. കണ്ടോ, ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നല്ല ഫ്ലേവർ. ആ തുറക്കുമ്പോൾ എന്തൊരു മണം അറിയോ. അപ്പോൾ ഇതാ അതിനെ നന്നായി ഇളക്കിയിട്ടുണ്ട്. നോക്കുമ്പോൾ എനിക്ക് ഇത്തിരി വെള്ളം കുറവാണ്. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. ഞാൻ തിളപ്പിച്ച ഒരു വെള്ളമാണ് 1 കപ്പ് ഒഴിച്ചു കൊടുത്തത്. ഇത് നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ആയിരുന്നു കേട്ടോ. നല്ലോണം ഉണ്ടായിരുന്നു. ഇതൊരു 10 മിനിറ്റ് നേരം തിളയ്ക്കണം, അപ്പോഴേ അത് കുക്കാവുള്ളൂ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇപ്പം ഇതാ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ട കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവണം കേട്ടോ, അപ്പോഴേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ മസാലയും ഈ കടലയും ഈ കൊഴക്കട്ടയൊക്കെ കൂടി കഴിച്ചാൽ നല്ല ഹെവി ആയിരിക്കും. ഒരെണ്ണം വെന്തോ എന്ന് നമുക്ക് നോക്കാം ഒരു പ്ലേറ്റിലിട്ടിട്ട്. ഇത് കണ്ടോ, ഇതാ ഇപ്പം നമ്മുടെ കൊഴക്കട്ട പെർഫെക്റ്റായി കുക്കായതിൻ്റെ ഉള്ളക്കാട്ടോ. ഇതാ മസാലയൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. അപ്പം ഇതൊന്ന് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1-2 സാധനങ്ങൾ വറുത്തും കൂടി ഇടാം, അപ്പോഴാ ഫ്ലേവർ മുഴുവൻ വരുള്ളൂ. അപ്പോൾ വറുത്തിടാനായിട്ട് ഇനി അഗെയിൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കാനാണ്, അപ്പോൾ ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചോളൂ. അപ്പോൾ കടുക് നന്നായി പൊട്ടണം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കൊരു ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. മുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി ഒരു ഫ്ലേവറിനാണ്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്തിനെ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ചൊരു 3-4 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് അതിലിട്ടിട്ട് നന്നായി വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ കളറിലാവണ വരെ വറക്കണം. അപ്പം ഞാൻ ലേശം ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഉപ്പ് ഒരുപാട് ആവരുത് കേട്ടോ, നമ്മുടെ കടലപ്പിടിയിലൊക്കെ ഇരുന്നിട്ട് കുറുകും. ഇപ്പം ഇത് കണ്ടോ, കളറൊക്കെ നല്ലവണ്ണം മാറി. ഇതിൻ്റെ ഫ്ലേവർ ആകുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ഫുഡ്. അപ്പോൾ ഇതാ നമ്മുടേതൊക്കെ റെഡി. ഇനി നമുക്കിതാ അടച്ച് വെച്ചത് തുറന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ആകുമ്പോഴേ നമ്മുടെ മസാലപ്പൊടി കംപ്ലീറ്റ് ആവുള്ളൂ. നിങ്ങൾക്ക് കടലക്കറി കഴിച്ച് മടുത്തു എങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ കടലയുടെ ടേസ്റ്റ് അല്ല ഇതിൽ തോന്നുക, ഈ പിടി നല്ലൊരു സൂപ്പറായിട്ട് ഫ്ലേവറിങ് ആയിരിക്കും. ചിക്കനൊക്കെ അല്ലേ കഴിച്ചിട്ടുള്ളത്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് ചൂടാന്ന് കഴിക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. കുറച്ച് എന്തെങ്കിലുമൊക്കെ വയ്യായൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിഫ്രഷിങ് ആയിരിക്കും. ആ കുരുമുളകും ഒക്കെ കൂടി ആയിട്ട് എന്നാൽ ഒരുപാട് മസാലയുടെ കുത്തലും ഉണ്ടാവില്ല. ഞാനിതൊന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. വാ, എന്താ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പിയും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തികച്ചും വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യൂ. ബൈ.